മോഡലിങ്ങിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. മോഡലിങ്ങിലും ശരീരം വിറ്റ് തന്നെയാണല്ലോ ഒരു പുരുഷൻ ജീവിക്കുന്നത്. സ്ത്രീകൾ മാത്രം ശരീരം വിറ്റ് മോഡലിങ്ങിൽ ശരീരം കാണിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം. സ്ത്രീ ശരീരം വിറ്റ് ജീവിക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ, സിനിമയിലാണെന്നുണ്ടെങ്കിലോ. പക്ഷെ പുരുഷന്മാരെ ശരീരം കാണിക്കുന്നതും പുരുഷന്മാരും അവരുടെ ശരീരം വിറ്റിട്ട് തന്നെയല്ലേ, മോഡലിങ്ങിലാണെന്നുണ്ടെങ്കിലും സിനിമകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ശരീരം വിറ്റിട്ട് തന്നെയാണല്ലോ ജീവിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് പുരുഷന്മാരായിട്ടുള്ള സെക്സ് വർക്കേഴ്സ് ഉണ്ട്, സ്ത്രീകളായിട്ടുള്ള സെക്സ് വർക്കേഴ്സ് മാത്രമല്ല ഉള്ളത്. അത്തരത്തിലുള്ള ഒരു സമത്വത്തിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ? സ്ത്രീയും പുരുഷനും ഇന്ന് ഒരേ സമയം സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന ഈ 2025 ഈ 21ാം നൂറ്റാണ്ടിൽ ഈ മോഡേൺ യുഗത്തിൽ ഒരു സ്ത്രീക്ക് മാത്രം ശിരോവസ്ത്രം, സ്ത്രീയുടെ ശരീരം മുഴുവൻ മറച്ചു നടക്കുക. അവനെ സ്ത്രീ എന്ന് പറയുന്നത് പ്രലോഭിപ്പിക്കാനുള്ള ഒരു വസ്തു ആണ്. സ്ത്രീയുടെ മുടി പോലും പുരുഷനെ പ്രലോഭിപ്പിക്കുന്നു എന്ന്. സ്ത്രീയുടെ കാൽപാദം, മുടി, അവളുടെ കൈകൾ, ചുണ്ട്, ഇതെല്ലാം ഒരു പുരുഷനെ പ്രലോഭിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. എന്താ, പുരുഷന്റെ ചുണ്ടുകൾ കാണുമ്പോൾ സ്ത്രീ പ്രലോഭിതയാവില്ലേ? പുരുഷന്റെ കാലുകൾ അല്ലെങ്കിൽ കൈകൾ കാണുമ്പോൾ സ്ത്രീ പ്രലോഭിതമാകുകയില്ലേ? അപ്പോൾ മൂടുപടം ധരിക്കുക എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടുള്ള പെൺകുട്ടികൾ മാത്രമല്ല, ജൈന സമുദായത്തിൽപ്പെട്ട ആളുകളും മൂടുപടം ധരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതൊക്കെ അത് സന്യാസത്തിന്റെ ഭാഗമായിട്ട്. ഫേസ്ബുക്കിൽ ഞാനിങ്ങനെ റീൽസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അടുത്ത് ഞാനൊരു സ്പീച്ച് കേട്ടു. അത് ഒരു ഉസ്താദ് പറയുന്നത്, ഇപ്പോഴത്തെ ചെറിയ കുട്ടികളെ അടക്കം പീഡിപ്പിക്കപ്പെടുന്നത് അവർ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതാണെന്ന്. ഒരു സ്ത്രീ ശരീരം എന്ന് പറയുന്നത് വെറും ഒരു ഇറച്ചി കഷ്ണമാണ്. അപ്പോൾ പെൺകുട്ടികൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പുരുഷന്മാരെ പ്രലോഭിതരാവുകയോ ചെയ്യില്ല, ഞങ്ങൾ സ്ത്രീകളെ അങ്ങനെ വെറും ഒരു മാംസ കഷ്ണമായി കാണേണ്ടി വരില്ല. സ്ത്രീകളെല്ലാവരും ശരീരം മുഴുവൻ മറച്ചു നടക്കുക, അവരുടെ കണ്ണുകൾ മാത്രം പുറത്ത് കാണിച്ചിട്ട് എന്നാണ് ആ ഉസ്താദ് പറഞ്ഞത് ആ സംഭാഷണത്തിൽ. അപ്പൊ മനുഷ്യന് എന്തുമാത്രം മനോരോഗിയാണ് എനിക്ക് മനസ്സിലാക്കാണ്. അത്തരത്തിൽ സംസാരിക്കുന്ന ഒരു പുരുഷന് പാരനോയ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു സൈക്കോ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ സംശയരോഗിയായിട്ടുള്ള ഒരു പുരുഷനാണ് അത്തരം മനുഷ്യന്മാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.